നമ്മൾ ചാപ്റ്റർ 4 പലതരം സർഫസസിനെ കണ്ടു. ആ സർഫസസ് എല്ലാം തന്നെ ലെവൽ സർഫസസ് ആയിരുന്നു അല്ലേ? അതായത് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും f(x,y,z) എന്ന് പറഞ്ഞ ഫോമിൽ. എന്നിട്ട് അവിടുന്ന് നിങ്ങൾ സർഫസ് ഉണ്ടാക്കി ആ ഒരു സ്മൂത്ത് ഫംഗ്ഷനിൽ നിന്നാണ് നിങ്ങൾ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് x,y,z എടുത്തിട്ട് ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് നിങ്ങൾ സർഫസ് ആക്കിയത്. അപ്പം ഇവിടെ നമ്മൾ 2 തരം ക്ലാസസ് ഓഫ് സർഫസസിനെ പരിചയപ്പെടുന്നുണ്ട്. അവരെ നമ്മൾ ഫോം ചെയ്തെടുക്കുന്നത് ജോമെട്രിക് കൺസ്ട്രക്ഷൻസിലൂടെയാണ്. അതിൽ ആദ്യത്തെ ആളാണ് റൂൾഡ് സർഫസസ്. റൂൾഡ് സർഫസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർഫസ് ദാറ്റ് ഈസ് എ യൂണിയൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. ഈ സ്ട്രെയിറ്റ് ലൈൻസിനെ നമ്മൾ റൂളിങ്സ് അഥവാ ജനറേറ്റേഴ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ ഒരു പെൻ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇങ്ങനെയുള്ള പേനകൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സർഫസ് ഫോം ചെയ്യും. ആ സർഫസാണ് നിങ്ങളുടെ പ്ലെയിൻ. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് പല സർഫസസ് നിങ്ങൾക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ എന്താ ഈ വീഡിയോയിൽ കാണുന്നത് എന്ന് വെച്ചാൽ, ഇങ്ങനെ ഫോം ചെയ്യുന്ന സർഫസസിൻ്റെ സർഫസ് പാച്ച് എങ്ങനെയായിരിക്കും, ദെൻ അടുത്തത് അതൊരു റെഗുലർ സർഫസ് ആകുമോ അല്ലെങ്കിൽ ആവാൻ എന്തെങ്കിലും കണ്ടീഷൻ ഇമ്പോസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്താ പറയുക, സർഫസ് പാച്ചിൻ്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ സപ്പോസ് നിങ്ങൾ ഈ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ യൂണിയൻ വെച്ചാണ് നിങ്ങളുടെ സർഫസ് ഫോം ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഇനി സി എന്ന് പറയുന്ന ഒരു കർവിന് R3 ഉണ്ട്. ആ കർവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങൾ എടുത്ത ഈ സ്ട്രെയിറ്റ് ലൈൻസിനെ എല്ലാം തന്നെ, നിങ്ങളുടെ സർഫസ് ഫോം ചെയ്യാനായി നിങ്ങൾ എടുത്ത സ്ട്രെയിറ്റ് ലൈൻസിനെ എല്ലാം തന്നെ അത് ഇൻ്റർസെക്റ്റ് ചെയ്യും. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എന്താ പറയുക കർവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരാമെട്രൈസ് ചെയ്യാം. അങ്ങനെ പാരാമെട്രൈസ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗാമയാണ് പാരാമെട്രൈസേഷൻ ഓഫ് അവർ കർവ് സി. അതായത് ഗാമ എന്ന് പറയുന്നത് ഓപ്പൺ എ ബി നിന്ന് R3 ഒരു മാപ്പാണെന്ന് വിചാരിക്കാം. ഇനി നിങ്ങളുടെ സർഫസിലെ ഒരു പോയിന്റ് എടുക്കുന്നു പി. നിങ്ങളുടെ സർഫസ് ഫോം ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചാണ്. അപ്പം നിങ്ങളടുത്ത് ഈ പി എന്നുള്ള പോയിന്റും ഏതെങ്കിലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കുന്നുണ്ടാവും. ആ സ്ട്രെയിറ്റ് ലൈനും നിങ്ങളുടെ കർവിനെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആ പോയിന്റാണ് ക്യൂ എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പാരാമെട്രൈസ് ചെയ്തത് കൊണ്ട് ക്യൂ എന്ന് പറഞ്ഞാൽ ഗാമ ഓഫ് യു ആണെന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വേണമെങ്കിൽ പേര് പറയാം. ഗാമ ഓഫ് യു ആണ് ക്യൂ എന്ന് പറയാം. അപ്പം ഇൻ ജനറൽ നമുക്കൊരു ഈ പി ഈ സർഫസിൽ എവിടെ വന്നാലും നമുക്കൊരു ഇക്വേഷൻ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പി എടുത്താൽ അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കും. ആ സ്ട്രെയിറ്റ് ലൈനും നിങ്ങളുടെ കർവ് സിയും തമ്മിൽ എന്തായാലും ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ പോയിന്റിനെ ക്യൂ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ജനറലി ഇയാളെ ഒരു എന്താ പറയുക, നിങ്ങളുടെ പോയിന്റ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വന്നതുകൊണ്ട് അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പം നമുക്കറിയാം, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അത് പാസ് ചെയ്യുന്ന 2 പോയിന്റ്സോ അല്ലെങ്കിൽ അത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റും ആ ലൈനിന് പാരലലായി വരുന്ന ഒരു വെക്ടറുമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്കറിയാം ക്യൂ. ഓക്കെ, പി എന്ന് പറയുന്നത് ആർബിട്രറി പോയിന്റ് ആണ്, അതിലൂടെ പോകണമെന്ന് പറഞ്ഞെടുക്കരുത്. ഓക്കെ, പി നമ്മുടെ സർഫസിലെ പോയിന്റ് ആണെന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ അത് ഇന്ന വാല്യൂ ആണെന്ന് നമുക്കറിയില്ല, പക്ഷെ ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ക്യൂവിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ക്യൂ. അതായത് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡെൽറ്റ ഓഫ് യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ സീറോ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ലൈൻ പാസിങ് ത്രൂ ഗാമ ഓഫ് യു. ഗാമ ഓഫ് യുവിനെയാണ് നമ്മൾ ക്യൂ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ പോകുന്ന ഒരു നോൺ സീറോ വെക്ടറാണ് ഡെൽറ്റ ഓഫ് യു എന്ന് എടുത്തു എന്ന് വിചാരിക്കാം. ദെൻ നമുക്ക് ആ പിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം, പാസ് ചെയ്യുന്ന പോയിന്റ് പ്ലസ് ഒരു സ്കെയിലാർ ഇൻറ്റു ദാറ്റ് പാരലൽ വെക്ടർ. അപ്പോൾ പാസ് ചെയ്യുന്ന പോയിന്റ് ക്യൂ ആണ്, അതിനെയാണ് നമ്മൾ ഗാമ ഓഫ് യു എന്ന് വിളിച്ചത്. സോ ഗാമ ഓഫ് യു പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ഓഫ് യു, വെർ വി ഈസ് എ സ്കെയിലാർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ശരിക്കും യുവിലും വിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിട്ടാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ LHSനെ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, സിഗ്മ ഓഫ് യു വി
ഈക്വൽ ടു ഗാമ ഓഫ് യു പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ഓഫ് യു എന്ന് എഴുതാം. വേർ സിഗ്മ മാപ്സ് ഫ്രം യു ടു R3 എന്നുള്ളതാണ്. യു എന്ന് പറയുന്നതിന് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ യു കോമ വി ബിലോങ്സ് ടു R2 സച്ച് ദാറ്റ് യുവിൻ്റെ വേരിയേഷൻ ഇവിടെ അല്ലേ ആൽഫയുടെയും ബീറ്റയുടെയും ഇതിലുള്ളതാണ്. അപ്പോൾ ക്ലിയർലി യു ഒരു ഓപ്പൺ സെറ്റ് ആണ് എന്നുള്ളതായി. സിഗ്മ ഒരു സ്മൂത്ത് മാപ്പ് ആവും. ഇനി നമുക്ക് നോക്കേണ്ടത് ഇയാളൊരു റെഗുലർ സർഫസ് ആവാൻ എന്താണ് കണ്ടീഷൻ വേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ റെഗുലർ സർഫസ് ആവണമെങ്കിൽ നമുക്കറിയാം സിഗ്മ ഓഫ് യു വിയിൽ സിഗ്മ യു ആൻഡ് സിഗ്മ വി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ സിഗ്മ യു എന്താ വരിക നോക്കാം. സിഗ്മ യു പറയുമ്പോൾ ഗാമ ഡോട്ട് പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ഡോട്ട് എന്ന് വരും. ആൻഡ് സിഗ്മ വി എന്ന് പറഞ്ഞാൽ ഇത് 0 ആയി പോവും, ഇവിടെ ഡെൽറ്റ എന്ന് പറഞ്ഞു വരും. അപ്പോൾ സിഗ്മ യുവും സിഗ്മ വിയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് പറയുമ്പോൾ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സിഗ്മ യു ക്രോസ് സിഗ്മ വി ഒരിക്കലും തന്നെ സീറോ ആവരുത്. അതായത് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് സിഗ്മ യു ക്രോസ് സിഗ്മ വി എന്ന് പറയുന്നത് എപ്പോഴും non-zero ആയിരിക്കണം. അപ്പോൾ ഇവിടെ അർത്ഥം നമ്മുടെ ഗാമ ഡോട്ട് പ്ലസ് വി ഡെൽറ്റ ഡോട്ടും ഡെൽറ്റയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് വെച്ചാൽ ഗാമ ഡോട്ട് പ്ലസ് വി ഡെൽറ്റ ഡോട്ട് ക്രോസ് ഡെൽറ്റ ചെയ്യുമ്പോൾ എപ്പോഴും non-zero ക്വാണ്ടിറ്റി ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ക്രോസ് പ്രോഡക്റ്റിൻ്റെ റൂള് വെച്ചിട്ട് ഗാമ ഡോട്ട് ക്രോസ് ഡെൽറ്റ പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ ഡോട്ട് ക്രോസ് ഡെൽറ്റ എപ്പോഴും എന്തായിരിക്കണം? non-zero ആയിരിക്കണം. ഞാൻ വീനെ എടുത്തത് ഒരു സ്കേലാർ ആയിട്ടാണ്. അപ്പോൾ ഈ സ്കേലാർ വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന ടേം ഗാമ ഡോട്ട് ക്രോസ് ഡെൽറ്റയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാലോ, ഈ ടേം non-zero ആയിരിക്കും എപ്പോൾ ഗാമ ഡോട്ടും ക്രോസ് ഡെൽറ്റ എന്ന് പറയുന്നത് non-zero ആകുമ്പോൾ. ശ്രദ്ധിക്കുക, വി ഒരു സ്കേലാർ ആയിരുന്നു. ആ സ്കേലാർ വളരെ സ്മോളായി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേമിനെ ഡിറ്റർമിൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഗാമ ഡോട്ട് ക്രോസ് ഡെൽറ്റയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പറയാം, ഗാമ ഡോട്ട് ക്രോസ് ഡെൽറ്റ non-zero ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സിഗ്മ യുവും സിഗ്മ വിയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഗാമ ഡോട്ട് ക്രോസ് ഡെൽറ്റ non-zero ആവണമെന്ന് വെച്ചാൽ ഗാമ ഡോട്ടും ഡെൽറ്റയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നർത്ഥം. ഗാമ ഡോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ സർഫസിൽ വരുന്ന ഒരു കർവാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, നിങ്ങളുടെ ആ കർവിൻ്റെ ടാൻജൻ്റ് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ സർഫസിൽ ഒരു ഇത് പറഞ്ഞത്. അഥവാ കർവിൻ്റെ ടാൻജൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നിങ്ങളുടെ റൂളിങ്സ് ആവരുത്. ദ കർവ് സി മസ്റ്റ് നെവർ ബി ടാൻജൻറ്റ് ടു ദ റൂളിങ്സ്. ഓക്കെ, അതാണ് നമ്മുടെ ഗാമ ഡോട്ട് നിങ്ങളുടെ കർവിൻ്റെ ടാൻജൻ്റ് ആണ്. അതായത് നിങ്ങൾ ആ സ്ട്രെയിറ്റ് ലൈൻസ് എടുത്തുവല്ലോ നേരത്തെയുള്ള നിങ്ങളുടെ ഈ ഫിഗറിൽ, നിങ്ങൾ ആ സ്ട്രെയിറ്റ് ലൈൻസ് എടുക്കുന്നത് ആരും തന്നെ നിങ്ങളുടെ ഈ കർവ് ചൂസ് ചെയ്തില്ലേ അയാളുടെ ടാൻജൻ്റായി വരാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഈ സിഗ്മ യുവും സിഗ്മ വിയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുകയും നിങ്ങൾ ചൂസ് ചെയ്ത സർഫസ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു റെഗുലർ ആയിട്ട് മാറുകയും ചെയ്യുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ഒരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസിന് ചില പ്രത്യേകതകൾ വരുമ്പോൾ ഫോം ചെയ്യുന്ന സർഫസസിൻ്റെ പേരും അവരുടെ ഇക്വേഷൻസിൻ്റെ പ്രത്യേകതയൊക്കെയാണ് പറയുന്നത്. എന്താണ് എന്നുള്ളത് നോക്കാം. ഈ റൂളിങ്സ് എല്ലാം തന്നെ അതായത് നമ്മൾ എടുക്കുന്ന സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാവരും തന്നെ പരസ്പരം പാരലൽ ടു ഈച്ച് അതർ ആണെന്ന് വിചാരിക്കാം. അതായത് നിങ്ങൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ ചൂസ് ചെയ്യും, അതിന് പാരലായിട്ടാണ് അടുത്ത ആൾ, അതിന് പാരലായിട്ടാണ് അടുത്ത ആൾ. അപ്പോൾ 3 പേരും പരസ്പരം പാരലാണെന്ന് പറയാം. അപ്പോൾ അത്തരം രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻസ് ചൂസ് ചെയ്യുന്നത്. അതായത് എല്ലാവരും പാരലൽ ടു ഈച്ച് അതർ ആകുന്ന രീതിയിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ സർഫസിനെ നിങ്ങൾ എന്താണെന്ന് പറയും? ജനറലൈസ്ഡ് സിലിണ്ടർ ആണ് എന്ന് പറയും. അതായത് ഇതൊരു റൂളിംഗ്,
ഇതിന് പാരലലായിട്ട് അടുത്തത്. അപ്പം ഇങ്ങനെ പോകുന്നു. ഇതാ ഇവരെല്ലാവരും പരസ്പരം പാരലലായിട്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ അടുക്കി വെച്ച് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ കിട്ടുന്ന ഫിഗറിനെ നമ്മൾ ജനറലൈസ്ഡ്, അല്ലെങ്കിൽ ആ കിട്ടുന്ന സർഫസിനെ നമ്മൾ ജനറലൈസ്ഡ് സിലിണ്ടർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തതിൽ നമുക്ക് ആ ഒരു പോയിന്റിലൂടെ ക്യൂയിലൂടെ കടന്നു പോകുന്ന ഒരു നോൺ സീറോ വെക്ടറിനെ നമ്മൾ ഡെൽറ്റ എന്ന് വിളിച്ചിരുന്നു. ഇവിടെ ആകുമ്പോൾ എല്ലാത്തിലൂടെയും കടന്നു പോകുന്ന ആള്, അഥവാ നിങ്ങൾക്ക് പറയാൻ ഇവരെല്ലാവരും തന്നെ പരസ്പരം പാരലൽ ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്തതിൽ നിങ്ങളുടെ ഡെൽറ്റനെ നിങ്ങൾക്കൊരു കോൺസ്റ്റന്റ് വെക്ടറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരും തന്നെ പരസ്പരം പാരലലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഡെൽറ്റ എന്ന് പറഞ്ഞ ആ ഒരു കോൺസ്റ്റന്റ് വെക്ടറിനെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളതിന് വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് യൂണിറ്റ് വെക്ടറായിട്ട് എടുക്കുന്നു. അപ്പം എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് യൂണിറ്റ് വെക്ടർ പാരലൽ ടു ദീസ് റൂളിങ്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ എങ്ങനെ വരും? സിഗ്മ ഓഫ് യു വി ഈക്വൽ ടു ഗാമ ഓഫ് യു പ്ലസ് വി ഇൻറ്റു ഡെൽറ്റയെ നിങ്ങളൊരു കോൺസ്റ്റന്റ് വെക്ടർ ആയില്ലേ എടുത്തത്, കോൺസ്റ്റന്റ് യൂണിറ്റ് വെക്ടർ അപ്പോൾ ഡെൽറ്റയുടെ സ്ഥാനത്ത് നമ്മൾ ആര് കൊടുക്കും? എ എന്ന് കൊടുക്കും. ഓക്കെ, ഇനി നമുക്കറിയാം സർഫസ് ആവണമെങ്കിൽ ഈ സിഗ്മ എന്ന് പറയുന്ന നമ്മൾ ചൂസ് ചെയ്ത മാപ്പ് 1 ആണ്. അതായത് സിഗ്മ ഓഫ് യു വി ഈക്വൽ ടു സിഗ്മ ഓഫ് യു ഡാഷ് വി ഡാഷ് ആവുമ്പോഴൊക്കെ യു ഈക്വൽ ടു യു ഡാഷും വി ഈക്വൽ ടു വി ഡാഷും ആണ്. അപ്പോൾ സിഗ്മ ഓഫ് യു വി ഈക്വൽ ടു സിഗ്മ ഓഫ് യു ഡാഷ് ആവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇറ്റ് ഈസ് ഗാമ ഓഫ് യു പ്ലസ് വി എ ഈക്വൽ ടു ഗാമ ഓഫ് യു ഡാഷ് പ്ലസ് വി ഡാഷ് എ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഗാമ ഓഫ് യു മൈനസ് ഗാമ ഓഫ് യു ഡാഷ് ഈക്വൽ ടു വി ഡാഷ് മൈനസ് വി ഇൻറ്റു എ എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോർ സിഗ്മ ടു ബി ഇൻജക്റ്റീവ് no straight line parallel to A should meet gamma in more than 1 point. അതായത് സിഗ്മയ്ക്ക് ഇൻജക്റ്റീവ് ആവണമെങ്കിൽ എയോട് പാരലലായി കിടക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനും തന്നെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഗാമയെ മീറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അത് എളുപ്പമാണ് നമുക്ക് ആ കാര്യം എത്താനായിട്ട്. എന്താ വേണ്ടത്? എയോട് പാരലലായി കിടക്കുന്ന ഒരു ലൈനും തന്നെ. അപ്പം എയോട് ഒരു ലൈൻ പാരലൽ ആവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? നിങ്ങൾ എങ്ങനെയായിരിക്കും അയാൾ എഴുതുക? സം കോൺസ്റ്റന്റ് ഇൻറ്റു എ എന്ന് എഴുതും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ നിങ്ങളുടെ ഗാമയെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മുട്ടരുത് അല്ലേ? അതായത് നിങ്ങൾ എടുക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈന് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എ ആണെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ഗാമയെ ഇന്റർസെക്ട് ചെയ്താൽ എങ്ങനെയാണ് വരിക? ആ കോൺസ്റ്റന്റ് ഇൻറ്റു എ ഈക്വൽ ടു സം ഗാമ ഓഫ് യു ആൻഡ് ആ കോൺസ്റ്റന്റ് ഇൻറ്റു എ ഈക്വൽ ടു സം ഗാമ ഓഫ് യു ഡാഷ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഗാമയെ ഇന്റർസെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻ. യുവും യു ഡാഷും സെയിം അല്ലാത്തപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ക്വാണ്ടിറ്റി നോക്കൂ, ഗാമ ഓഫ് യു മൈനസ് ഗാമ ഓഫ് യു ഡാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0 ആണ് എന്നുള്ളത് കിട്ടും. അങ്ങനെ 0 ആണ് എന്നുള്ളത് കിട്ടുമ്പോൾ വിയും വി ഡാഷും ഈക്വൽ ആവുന്നുള്ളൂ, യുവും യു ഡാഷും ഈക്വൽ അല്ല. അപ്പോൾ നോക്കുക, തുടങ്ങുമ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നു. ഓക്കെ, സിഗ്മ ഓഫ് യു വി ഈക്വൽ ടു സിഗ്മ ഓഫ് യു ഡാഷ് വി ഡാഷ് എന്ന് എടുത്തിട്ട് നമുക്ക് കിട്ടേണ്ടത് യു ഈക്വൽ ടു യു ഡാഷും വി ഈക്വൽ ടു വി ഡാഷും. പക്ഷെ അത് കിട്ടുമോ? ഇല്ല. നിങ്ങൾക്ക് യു നോട്ട് ഈക്വൽ ടു യു ഡാഷ് വി ഈക്വൽ ടു വി ഡാഷും ആകുമ്പോൾ ഇവർ ഈക്വൽ ആണ് എന്ന് കിട്ടും. എന്ന് വെച്ചാൽ സിഗ്മ 1 ആവില്ല. എന്തുകൊണ്ടാണ്? നമ്മളത് ഏതൊരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എയും ഗാമയെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു എന്ന് എടുത്തത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഈ ഇതിൽ തന്നെ സിഗ്മ ഓഫ് യു നിങ്ങൾക്ക് എന്താ വരിക? ഗാമ ഡോട്ട്. കാരണം ഇവിടെ നേരത്തെ ഡെൽറ്റ ഓഫ് യു ഉണ്ടായിരുന്നു, ഇവിടെ കോൺസ്റ്റന്റ് വെക്ടർ എ ആയി വന്നതുകൊണ്ട് ഇത് 0 ആയി പോകും. അപ്പോൾ സിഗ്മ യു ഗാമ ഡോട്ടും സിഗ്മ വി എയും വരും. അപ്പോൾ സിഗ്മ റെഗുലർ ആവണമെങ്കിൽ ഗാമ ഡോട്ട് ക്രോസ് എ നിങ്ങൾക്ക് എന്തായിരിക്കണം? നോൺ 0 ആയിരിക്കണം അല്ലേ? ഗാമ ഡോട്ട് ക്രോസ് എ നോൺ 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗാമ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നമ്മുടെ റൂളിങ്സിൻ്റെ ടാൻജൻ്റ് ആയിട്ട് വരരുത്. ഗാമ ഈസ് നെവർ ടാൻജൻ്റ് ടു ദ റൂളിങ്സ്. ഓക്കെ, ഇനി ഏറ്റവും സിംപ്ലസ്റ്റ് പാരാമീറ്ററൈസേഷൻ എപ്പോഴാണ് കിട്ടുക എന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ആ കർവ്
ഉണ്ടല്ലോ, അതായത് സി എന്നുള്ള കർവ്, അതിൻ്റെ പാരാമീറ്ററൈസേഷൻ ആണല്ലോ ഗാമ. അഥവാ ആ സി എന്ന് പറയുന്ന കർവ് ഇറ്റ് ലൈസ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ ആകുമ്പോഴാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പാരാമീറ്ററൈസേഷൻ നമുക്ക് കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ് പറയണത് എന്ന് വെച്ചാൽ ഗാമ ലൈസ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങളുടെ ഗാമ ഡോട്ടും എയും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കർവ് റെഗുലർ ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗാമ ഡോട്ട് ക്രോസ് എ ഒരിക്കലും എന്താവരുത്, 0 ആവരുത് എന്നുള്ളതാണ്. അപ്പോൾ ഗാമ ഡോട്ട് ക്രോസ് എയുടെ നോമും അപ്പോൾ ഒരിക്കലും തന്നെ 0 ആവാനായിട്ട് പാടില്ല. അപ്പം നോം ഓഫ് ഗാമ ഡോട്ട് ക്രോസ് എ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോം ഗാമ ഡോട്ട് നോമേ സൈൻ 90, മറ്റേത് എൻ ക്യാപ്പിൻ്റെ എടുക്കുമ്പോൾ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് 1 കിട്ടും. ഇവിടെ എനെയും നമ്മൾ യൂണിറ്റ് വെക്ടർ ആയിട്ടാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൈൻ 90 1 ആണ്. സോ ഈ വാല്യൂ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോൺ ഗാമ ഡോട്ട് എന്ന് കിട്ടും. സോ ഗാമ ഡോട്ട് നോൺ 0 ആണെങ്കിൽ നിങ്ങൾക്ക് ഗാമ ഡോട്ടും എയും പരസ്പരം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. എപ്പോഴാണ് ഗാമ ഡോട്ട് നിങ്ങൾ നോൺ 0 പറയുക? ഗാമ റെഗുലർ ആവുമ്പോൾ. അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് പാരാമീറ്ററൈസേഷൻ കിട്ടുക ഗാമ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു എ ആകുമ്പോഴും ആ ചൂസ് ചെയ്ത ഗാമ ഒരു റെഗുലർ കർവ് ആകുമ്പോഴുമാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പാരാമീറ്ററൈസേഷൻ കിട്ടുക. അതിന് എക്സാമ്പിളായിട്ട് അവർ നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങൾ XY പ്ലെയിൻ ചൂസ് ചെയ്യുന്നു. ഓക്കെ, എ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വെക്ടറിനെ എന്താ പറയുക 0 0 1 എന്ന് ചൂസ് ചെയ്യുന്നു. അതായത് Z ആക്സിസിന് പാരലലായി വരുന്ന വെക്ടർ. ഇനി നിങ്ങളുടെ ഗാമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ എവിടെ ആയിരിക്കണം കിടക്കുന്നുണ്ടാവുക? XY പ്ലെയിനിലായിരിക്കണം കിടക്കുന്നുണ്ടാവുക. XY പ്ലെയിനിലാണ് നിങ്ങളുടെ ഗാമ കിടക്കുന്നതെങ്കിൽ അയാളുടെ Z കോർഡിനേറ്റ് നിങ്ങൾക്ക് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഗാമ ഓഫ് യുവിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? F of u G of u 0 എന്നുള്ള ഫോമിലായിരിക്കും ഫോർ സം സ്മൂത്ത് ഫങ്ഷൻസ് F and G. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കർവ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇതിന് ശേഷം സ്മൂത്ത് കർവുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. സോ നമ്മുടെ സിഗ്മ ഓഫ് യുവിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? ഗാമ ഓഫ് യു പ്ലസ് വി ഇൻറ്റു എ. എ എന്ന് പറഞ്ഞാൽ 0 0 1 ആണ്. ഗാമ ഓഫ് യു പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ F ഓഫ് യു G ഓഫ് യു വി എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജനറലൈസ്ഡ് സിലിണ്ടറിൻ്റെ ഇക്വേഷൻ. ഇതിൽ തന്നെ നമ്മുടെ ഗാമയെ നമ്മൾ യൂണിറ്റ് സർക്കിളായിട്ടാണ് നമ്മുടെ XY പ്ലെയിനിൽ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഗാമ ഓഫ് യു എങ്ങനെയായിരിക്കും? കോസ് യു സൈൻ യു 0, വേർ യു എന്ന് പറയുന്നത് ഒരു 2π ലെങ്ത് ഉള്ള ഒരു ഇൻ്റർവെല്ലിൽ വേരി ചെയ്യുന്നത്. വേണമെങ്കിൽ 0 to 2π എടുക്കാം, അല്ലെങ്കിൽ -π to π, അത് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്മ ഓഫ് യു വി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് സർക്കുലർ സിലിണ്ടർ ആയിരിക്കും നമ്മൾ നേരത്തെ ചൂസ് ചെയ്തത്. ഇനി ഇതിൽ തന്നെ നെക്സ്റ്റ് ഒരു സ്പെഷ്യൽ കേസ് പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ഒരു പോയിന്റിനെ ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, ഫിക്സഡ് പോയിന്റ്, അതാണ് വി. പി എന്ന് പറയുന്ന ആ പോയിന്റിന് വി എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിന് വെക്ടറായി നമ്മൾ എഴുതുമ്പോൾ വി എന്ന് പറഞ്ഞ് എഴുതി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ വിയിലൂടെ കടന്നു പോകുന്ന എല്ലാ റൂളിങ്സിൻ്റെ കളക്ഷനും എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ജനറലൈസ്ഡ് കോൺ വിത്ത് വെർട്ടെക്സ് വി ഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യൂ. ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, സർക്കിൾ ഈ ഒരു പ്ലെയിനിലാണ്, കുറച്ച് ഹൈറ്റ് കൂടിയ ഒരു പ്ലെയിനിൽ ഞാനൊരു സർക്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പോയിന്റ് ഒറിജിനായിട്ട് ഞാൻ ഫിക്സ് ചെയ്യുന്നു, ബി എന്നുള്ള പോയിന്റ്. അപ്പോൾ നിങ്ങളുടെ കർവായി നിങ്ങൾ എടുത്തിരിക്കുന്നത് ഈ സർക്കിളാണ്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻസ് ഈ വിയിലൂടെ പോകുന്ന കുറേ സ്ട്രെയിറ്റ് ലൈൻസ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളുടെ ഗാമേനെയും ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന രീതിയിലുള്ള സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഉടുക്കിൻ്റെ ഇതിൽ, അതായത് രണ്ട് സൈഡും സർക്കുലർ, നമ്മുടെ സാധാരണ കോൺ നമ്മൾ പറയില്ലേ ആ രീതിക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മുകളിൽ ഞാൻ എടുക്കുന്ന കർവ് ഞാൻ സർക്കിളാണ് ആദ്യം എടുത്തത്. അങ്ങനെയാണെന്നില്ല, ഏതൊരു കർവ് ഗാമ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പം നിങ്ങളുടെ ഡെൽറ്റ ഓഫ് യു ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ആരാണെന്ന് പറഞ്ഞാൽ ഗാമ ഓഫ് യു മൈനസ് വി ആയിട്ട്. ഈ
വെക്ടേഴ്സിനെയാണ് നിങ്ങളവിടെ പാരലൽ വെക്ടേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്, അതായത് ഡെൽറ്റ ഓഫ് യു ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സിഗ്മ ഓഫ് യു വി എങ്ങനെ വരും? സിഗ്മ ഓഫ് യു വി എന്ന് പറഞ്ഞാൽ ഗാമ ഓഫ് യു പ്ലസ് ഗാമ ഓഫ് യു മൈനസ് വി ദ ഹോൾ ഇൻറ്റു വി. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ സിഗ്മ ഓഫ് യു വി ഈക്വൽ ടു 1 പ്ലസ് വി ഇൻറ്റു ഗാമ ഓഫ് യു മൈനസ് വി യു എന്നുള്ള ഫോമിലായിരിക്കും. എഗെയിൻ ഇയാൾ 1 ആവണമെന്ന് വെച്ചാൽ സിഗ്മ ഓഫ് യു വി ഈക്വൽ ടു സിഗ്മ ഓഫ് യു ഡാഷ് വി ഡാഷ് ആവണം. അപ്പോൾ അതാവുമ്പോൾ രണ്ടിൻ്റെയും വാല്യൂസ് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോമിൽ കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻസ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ 1 പ്ലസ് വി മൈനസ് 1 പ്ലസ് വി ഡാഷ് പ്ലസ് വി ഡാഷ് മൈനസ് വി എന്ന് പറയുന്നത് 0 ആണ്. ഈ ലീനിയർ കോമ്പിനേഷനും 0 ആണ്. കോഎഫിഷ്യൻസിനെ മാത്രം എടുത്ത് എഴുതുമ്പോൾ അവരുടെ സമ്മേഷൻ നിങ്ങൾക്ക് 0 ആണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ വി ഗാമ ഓഫ് യു ഡാഷ് എല്ലാവരും തന്നെ കൊലീനിയർ ആണ് എന്നർത്ഥം. അപ്പോൾ അതെങ്ങനെ കിട്ടി എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ ആ 1 പ്ലസ് വിനെ K1, 1 പ്ലസ് വി ഡാഷിനെ K2, വി ഡാഷ് മൈനസ് വിനെ K3 എന്ന് വിളിച്ചിട്ടുണ്ട്. വെറുതെ അത് റിപ്പീറ്റഡായി വലുതായി എഴുതാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള കാര്യം K1 മൈനസ് K2 പ്ലസ് K3 0 ആണ്. അതുപോലെ തന്നെ K1 ഗാമ യു മൈനസ് K2 ഗാമ യു ഡാഷ് പ്ലസ് K3 വി 0 ആണെന്നും തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് K1 മൈനസ് K2 പ്ലസ് K3യിൽ നിന്ന് K2 ഈക്വൽ ടു K1 പ്ലസ് K3 എന്ന് എഴുതാം. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനിൽ സപ്പോസ് K1 0 ആണെന്ന് വിചാരിക്കുക. K1 0 ആയാൽ ഈ ടേം മുഴുവൻ 0 ആയി. ഇപ്പം K3 ഇൻറ്റു ഒരു വെക്ടർ ഈക്വൽ ടു 0. അപ്പോൾ K3 എന്തായിരിക്കണം? 0 ആയിരിക്കണം. കാരണം ഇവിടെ വി ഗാമ ഓഫ് യു ഡാഷ് ഗാമ ഓഫ് യു ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ആണ്. അപ്പോൾ K3 0 ആവണം. K1 K3 0 ആയാൽ K2 0 ആയി. അപ്പോൾ എല്ലാ സ്കേലേഴ്സും തന്നെ 0 ആയി. ഇനി അതുകൊണ്ട് തന്നെ എല്ലാവരും 0 ആയാൽ പിന്നെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു K1 നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്കേലാർ നോൺ 0 ആണെന്ന് വിചാരിക്കാം. അത് K1 ആണെന്ന് വിചാരിക്കാം. അപ്പം അത് K1 ആയാൽ നിങ്ങൾക്ക് ഗാമ ഓഫ് യു മൈനസ് ഗാമ ഓഫ് യു ഡാഷിന് ഈ രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ? K3 ബൈ K1 ഇൻറ്റു ഈ വെക്ടർ എന്ന് വെച്ചാൽ ഈ വെക്ടറും ഇതും ഈ വെക്ടറും, അതായത് ഗാമ ഓഫ് യു ഡാഷ് മൈനസ് വിയും ഗാമ ഓഫ് യു മൈനസ് ഗാമ ഓഫ് യു ഡാഷും പരസ്പരം പാരലൽ വെക്ടേഴ്സ് ആണ് എന്നർത്ഥം. ഓക്കെ, അപ്പം ശരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു പോയിന്റ്, അതായത് എ മൈനസ് ബി, ഇവിടെ ബി മൈനസ് സി, ഇവർ രണ്ടുപേരും പാരലൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ അല്ലേ വരണത്. ഇതൊരു വെക്ടർ, ഇതൊരു വെക്ടർ, പിന്നെ അതിൻ്റെ അടുത്ത വെക്ടർ. ഓക്കെ, ഡയറക്ഷൻ ഇങ്ങനെയോ ഇങ്ങനെയോ എന്ത് വേണമെങ്കിലും ആവാം. ബട്ട് ആസ് എ ലൈൻ അവരെ എടുത്തു കഴിഞ്ഞാൽ അവർ പരസ്പരം പാരലൽ ആവണം. അതും ഈ ഒരു എൻഡ് പോയിന്റ് രണ്ടുപേർക്കും കോമൺ ആയി വരുന്നത് കൊണ്ട് ഈ രീതിക്കല്ലേ അവർ വരയ്ക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഈ 3 പോയിന്റ്സും എന്താണെന്ന് അർത്ഥം? കൊലീനിയർ ആണ് എന്ന് അർത്ഥം. ഓക്കെ, അതായത് സിഗ്മ ഓഫ് യു ഈക്വൽ ടു സിഗ്മ ഓഫ് യു ഡാഷ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദീസ് 3 പോയിന്റ്സ് ആർ കൊലീനിയർ. നമുക്ക് സിഗ്മ ഇൻജക്റ്റീവ് ആക്കുകയാണ് വേണ്ടത്. അപ്പം എന്താ ആവേണ്ടത്? നമുക്ക് സിഗ്മ സർഫസ് പാച്ച് ആകുമ്പോൾ ഇൻജക്റ്റീവ് ആവണമെങ്കിൽ ഈ പോയിന്റ്സ് കൊലീനിയർ ആകരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ വി മോർ ദാൻ 1 പോയിന്റ് ഓഫ് ഗാമയെ ഇൻ്റർസെക്റ്റ് ചെയ്യരുത്. എന്തുകൊണ്ടാണ്? മോർ ദാൻ 1 പോയിന്റ് ഓഫ് ഗാമയെ നിങ്ങൾ ആ സ്ട്രെയിറ്റ് ലൈൻ ത്രൂ വി ഇൻ്റർസെക്റ്റ് ചെയ്താൽ ആ വി ഗാമ ഓഫ് യു, പിന്നെ വേറെ ഒരു പോയിന്റും കൂടി ഉണ്ടല്ലോ, ഒരു പോയിന്റിൽ കൂടുതൽ പറയുമ്പോൾ ഗാമ ഓഫ് യുവിലും ഇൻ്റർസെക്റ്റ് ചെയ്തു, ഗാമ ഓഫ് യു ഡാഷിലും ഇൻ്റർസെക്റ്റ് ചെയ്താൽ വി ഗാമ ഓഫ് യു ഡാഷ് ഇവരെല്ലാവരും തന്നെ ഒരേ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പോയിന്റ്സ് ആയിട്ട് കിടക്കുന്നുണ്ടാവും, കൊലീനിയർ ആയിരിക്കും. വിച്ച് മീൻസ് യുവർ സിഗ്മ ഈസ് നോട്ട് ഇൻജക്റ്റീവ് എന്ന് കിട്ടും. ഓക്കെ, ഇനി എഗെയിൻ അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഇവരെപ്പോഴാണ് റെഗുലർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ റെഗുലർ ആവണമെങ്കിൽ സിഗ്മ യുവും സിഗ്മ വിയും എന്തായിരിക്കണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ സിഗ്മ യു ക്രോസ് സിഗ്മ വി നിങ്ങൾക്ക് നോൺ 0 കിട്ടണം. അപ്പോൾ സിഗ്മ യുവും സിഗ്മ വിയും കണ്ടുപിടിച്ചു. അവരുടെ ക്രോസ് പ്രോഡക്റ്റ് എഴുതുമ്പോൾ ഈ രീതിക്കാണ് വരിക. അതായത് ഇത് നോൺ 0 ആവണം എന്ന് വെച്ചാൽ ഒരു പോസിബിലിറ്റി ഒരിക്കലും 1 പ്ലസ് വി എന്താവരുത്? 0 ആകരുത്. അതായത് വി മൈനസ്
1 ആകരുത്. v-1 ആയാൽ എന്താ പ്രശ്നം വരിക എന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ എടുത്ത നിങ്ങളുടെ കോണിൻ്റെ ഇക്വേഷൻ ഇവിടെ v-1 ആയ ഈ ടേം 0 ആയി പോകും. സിഗ്മ ഓഫ് യു വി ഈക്വൽ ടു വി എന്നും കിട്ടും. അതായത് നിങ്ങളുടെ ആ വെർട്ടെക്സിനെ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാലേ ഇവിടെ സിഗ്മ നിങ്ങൾക്ക് എന്താവുന്നുള്ളൂ, റെഗുലർ ആവുന്നുള്ളൂ. ഓക്കെ, അതായത് ബി ഒരിക്കലും -1 ആവരുത് എന്ന് വെച്ചാൽ വെർട്ടെക്സ് ഓഫ് ദ കോണിനെ നിങ്ങൾ ഒമിറ്റ് ചെയ്യണം. അപ്പോഴേ നിങ്ങളുടെ സിഗ്മ എന്തായിട്ട് വരുള്ളൂ, റെഗുലർ ആവുള്ളൂ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഗാമ ഡോട്ട് ക്രോസ് ഗാമ മൈനസ് വി. അതായത് ഗാമ മൈനസ് വിനെ നമ്മൾ ഡെൽറ്റ ആയിട്ടായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗാമ ഡോട്ട് ക്രോസ് ഡെൽറ്റ എന്ന് പറയുന്നതും ഒരിക്കലും 0 ആകരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ സ്ട്രെയിറ്റ് ലൈനും നിങ്ങളുടെ ടാൻജൻറ്റ്, നിങ്ങൾ ചൂസ് ചെയ്ത സ്ട്രെയിറ്റ് ലൈൻസ് ഒന്നും തന്നെ നിങ്ങളുടെ കോണിൻ്റെ എന്തായിട്ടാവരുത്, അഥവാ ഗാമയുടെ എന്താവരുത്, ടാൻജൻറ്റ് ആവരുത്. സ്ട്രെയിറ്റ് ലൈൻസ് ഫോമിങ് ദ കോൺ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നിങ്ങളുടെ ഗാമയുടെ ടാൻജൻറ്റ് ആകരുത്. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് ഗാമ ഡോട്ട് ക്രോസ് ഡെൽറ്റ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായിട്ട് വരും, 0 ആയിട്ട് വരും. അപ്പോൾ സിഗ്മ റെഗുലർ ആവണമെങ്കിൽ കോണിൻ്റെ വെർട്ടെക്സും നമ്മൾ ഒമിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ആ സ്ട്രെയിറ്റ് ലൈൻസ് ഒന്നും തന്നെ ഫോമിങ് ദ കോൺ ഒന്നും തന്നെ ടാൻജൻറ്റ് ടു ഗാമ ആവരുത്. അതിൽ സിംപ്ലസ്റ്റ് പാരാമീറ്ററൈസേഷൻ കിട്ടുന്നത് എപ്പോൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാമ പ്ലെയിനിൽ കണ്ടെയ്ൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ പ്ലെയിനിൽ തന്നെ നമ്മുടെ വി എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഫോം ചെയ്യുന്ന കോൺ എന്ന് പറയുന്നത് സിംപ്ലി ആ പ്ലെയിനിൻ്റെ ഭാഗമാണെന്ന് പറയാം. ഒന്നുമില്ല, ഇപ്പം ഇതൊരു ഈ ഇതാണ് നിങ്ങളുടെ പ്ലെയിൻ. ഇവിടെ തന്നെ നിങ്ങൾ വി യു എടുത്തുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ വിയിലൂടെ പോണ ലൈൻസിനെ നിങ്ങൾ എടുക്കും. ആ കർവും ഇതിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഈ പ്ലെയിനിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ആ ഫോം ചെയ്ത. കാരണം ഇങ്ങനെ ഫോം ചെയ്യുന്നവരെയാണ് നിങ്ങൾ കോൺ അഥവാ ജനറലൈസ്ഡ് കോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ആരുടെ തന്നെ ഭാഗമാണ്, പ്ലെയിനിൻ്റെ തന്നെ ഭാഗമാണെന്ന് കിട്ടും. ഓക്കെ, ഇനി അങ്ങനെയല്ല 3D ഇഫക്റ്റ് വേണമെങ്കിലും ഇത് അവർ പറയുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെർട്ടെക്സിന് ഒറിജിൻ ആയിട്ട് എടുക്കുക. z=1 ആണ് നിങ്ങളുടെ പ്ലെയിൻ എന്ന് വിചാരിക്കുക. അപ്പോൾ z=1 ആണ് പ്ലെയിനെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ഗാമ കിടക്കുന്നതെങ്കിൽ അയാളുടെ ഫോം എങ്ങനെയായിരിക്കും, എക്സും വൈയും എന്ത് വേണമെങ്കിലും ആവാം, z 1 ആയിരിക്കും. ദാറ്റ് ഈസ് f of u g of u 1 ആയിരിക്കും ഫോർ സം സ്മൂത്ത് ഫങ്ഷൻസ് f and g. ദെൻ നിങ്ങളുടെ പാരാമീറ്ററൈസേഷൻ്റെ ഫോം, അതായത് വിക്ക് പകരം അവിടെ v-1 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ഓഫ് യു ബി ഈക്വൽ ടു വി ഇൻറ്റു എഫ് ഓഫ് യു ജി ഓഫ് യു 1 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് റൂൾഡ് സർഫസസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. താങ്ക് യു.